ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നേരത്തെ കുളി അങ്ങ് കഴിഞ്ഞു. അമ്മേ, വൈകുന്നേരത്തെ ചായക്ക് എന്താണ് കടിയെന്നാണ് അപ്പുണ്ണീന്റെ ചോദ്യം കേട്ടോ. അപ്പോഴാണ് എന്റെ കണ്ണിൽ ദേ ഈ ഒരു സംഭവം പെട്ടത് കേട്ടോ. എന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തുണ്ടാക്കുമെന്നാണ് അതിന്റെ ഒരു ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇനിയും ഇതിനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് കേടായി പോകും ഗൈസ്. അപ്പോൾ ദേ കുറച്ച് ചൂട് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളിട്ട് നന്നായിട്ട് 2 മിനിറ്റോളം അത് വേവിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? കോളിഫ്ലവർ ഫ്രൈ. അതാകുമ്പോൾ മക്കളങ്ങോട്ട് കഴിച്ചു. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ. ഇനി അതിലേക്ക് കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിനെ മാവാക്കി അങ്ങോട്ട് എടുക്കാം. ഉപ്പിടാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടോ. അതിലേക്ക് കോളിഫ്ലവർ എല്ലാം തട്ടിക്കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മൾ ഓരോ കോളിഫ്ലവർ വീതം അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. എല്ലാം കൂടെ വാരിയിട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കട്ടെ. ടാറ്റാ.